ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ടിങ് ഹീറോ അവന്റെ ഓഫീസ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പോ അവിടേക്ക് വന്നതും നീ ഉള്ളിലേക്ക് പോ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് തിരികെ വരുന്നുണ്ട്. നോക്കിയാല് അവള് കഴിക്കാൻ വേണ്ടി എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അത് ഹീറോയ്ക്ക് കൊടുത്തിട്ട് ഡിന്നർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകില്ലല്ലോ, ഇത് കഴിക്കെന്ന് പറയാണ്. നീ എന്താ നിന്റെ ബോസിനെ ഭീഷണിപ്പെടുത്തുവാണെന്ന് അവൻ ചോദിച്ചാല്, അങ്ങനെയല്ല ബോസ്, കെഞ്ചി പറഞ്ഞതാണ്. കഴിക്കെന്ന് പറഞ്ഞ് പോയവള് തിരികെ വന്ന്, എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ ഇത് മുഴുക്കി കഴിക്കുമെന്ന്, അതുകൊണ്ട് ലൈവ് ഇട്, എന്നാൽ എനിക്കറിയാം നിങ്ങൾ കഴിക്കോ അതോ കളയോ എന്ന്. അങ്ങനെ ചെയ്യെന്ന് പറഞ്ഞാല് ഞാൻ വേണമെങ്കിൽ കഴിക്കുമ്പോ ഫോട്ടോ എടുത്ത് അയക്കട്ടെ എന്ന് അവൻ ചോദിക്കുവാണ്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ കഴിക്കുന്നത് എനിക്ക് കാണണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ലൈവ് ഇട്ട് കഴിക്കാൻ പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞിട്ട് അവനും ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവളും ആ ഫോണിലെ ഓപ്ഷൻസ് ഒക്കെ ഓൺ ആക്കി പാസ്വേഡ് ഇട്ട് കയറിയാൽ മതി, എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോകും. ഇവിടെ ഹീറോയും ലൈവ് ഓൺ ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിരിക്കുവാണ്. അതേസമയം ഇവിടെ ഓഫീസിൽ തങ്ലി ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ യൂഫി അവൾക്കുള്ള ഫുഡുമായിട്ട് വരുന്നുണ്ട്. നോക്കിയാൽ അവൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് കണ്ടതും ഇവൻ ഒരുമാതിരിയായി. അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അവൻ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. ഇത് കാണുന്ന തങ്ലിയും ശരി അവനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട്, ശരി വാട നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ അത് കട്ടുറുമ്പിനെ പോലെ ഇടയിൽ ബൂ വരുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോ ലൈവില്. എന്താണ് ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയെന്ന് എല്ലാവർക്കും ആശ്ചര്യം. അതേസമയം ഹീറോയിനും ടിങ്ങിന്റെ അടുത്താണ് ഉള്ളത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. പ്രോപ്പർട്ടി ഒക്കെ ഡിവൈഡ് ചെയ്ത് ചോദിച്ചു വാങ്ങിക്കോ, എന്നാലേ നിനക്ക് നിന്റെ കുട്ടികളെങ്കിലും വളർത്താൻ ഹെൽപ്പ് ആകൂ എന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് അവളെ പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കിയാല് ഗ്രൂപ്പ് ചാറ്റില് 300 മെസ്സേജിന് മുകളിൽ വന്നിട്ടുണ്ട്. എന്താണ് ഇതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാല് ഹീറോ പാസ്വേഡ് സെറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ലൈവ് പോയിരിക്കുവാണ്. അയ്യോ, ബോസ് അറിയാതെ പബ്ലിക് ലൈവ് പോയെന്നാ തോന്നുന്നേ. കാണുന്ന ഗേൾസ് ഒക്കെ ഹാൻസം എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് കേറി നോക്ക് യുയു എന്ന് ബൂവും പറയുന്നുണ്ട്. ഇവിടെ എടുത്ത് നോക്കിയാല് അത് ശരിക്കും മനുഷ്യന്മാരാണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് അറിയാതെ ഹീറോ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ ഇങ്ങനെയുള്ള ആപ്സിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാ തോന്നുന്നേ. ഹീറോയിനും തിരികെ വന്ന് നോക്കിയാല് അതിനുള്ളിൽ അവൻ ഉറങ്ങിപ്പോയി. ഇവളും മിണ്ടാതെ ഉള്ളിൽ വന്നിരുന്ന് അവനിട്ട ലൈവ് എടുത്ത് നോക്കിയാല് ചിരി വരുന്നുണ്ട് അവൾക്ക്. അവൻ മുഴുക്കി കഴിച്ചു തീർത്തിട്ട് നോക്ക് ഞാൻ മുഴുവനും കഴിച്ചേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ലൈവ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ചിരിച്ചിട്ട് ഇവള് ഹീറോയെ നോക്കിയാല് ഇതൊന്നും അറിയാതെ നല്ലപോലെ ഉറങ്ങുമായിരിക്കും അവൻ. അങ്ങനെ ഹീറോയെ നോക്കിയിരുന്നവള് കുറച്ചുകൂടെ അടുത്ത് വന്ന് നോക്കാനായിട്ട് തുടങ്ങുവാണ്. മെല്ലെ അവന്റെ മൂക്കിലൊക്കെ തൊട്ട് നോക്കിയതും പെട്ടെന്നാണ് അവൻ ഉണരുന്നത്. ഇവളും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. നീ എപ്പോഴാ വന്നത്? ശരി പോകാമെന്ന് പറഞ്ഞിട്ട് അവനും വണ്ടി സ്റ്റാർട്ട് ആക്കുവാണ്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഇവിടെ ഡോങ്മിനെയാണ് കാണിക്കുന്നത്. അവന്റെ ഒരു ഫ്രണ്ട് ലോയർ കോൾ ചെയ്ത്, എന്തിനാടാ നീ ഡിവോഴ്സിനെ കുറിച്ച് ഇത്ര മോശമായി സംസാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അയാൾ അയച്ചിരിക്കുന്ന ഓഡിയോ എടുത്ത് തുറന്നു നോക്കിയാല് ഇവൻ ചെങ്ഷിയോട് ഒരുമാതിരി സംസാരിച്ചില്ലേ, ഡിവോഴ്സ് കഴിഞ്ഞാൽ നിനക്ക് എന്തിനാണ് ഇത്ര അലങ്കാരം, നീ ഒരു സെക്കൻഡ് ഹാൻഡ് പീസ് ആണെന്ന പോലെ സംസാരിച്ചിരുന്നില്ലേ, അത് ഈ ലോയർ ഫ്രണ്ടിന് ചെങ്ഷി അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് കേട്ടവൻ ഉടനെ ടെൻഷനായി നേരെ ചെങ്ഷിയുടെ അടുത്ത് വന്ന് അവളെ മീറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തിന് ഇത് അവൻ അയച്ചു കൊടുത്തതെന്ന് ചോദിച്ച് വഴക്ക് പറയുവാണ്. നീ ചെയ്തതല്ലേ കാണിച്ചു കൊടുത്തത്, അവരും ഡിവോഴ്സ് കേസൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരല്ലേ, അപ്പൊ അവർക്കും നന്നായിട്ട് അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതും ചെങ്ഷി, മര്യാദയ്ക്ക് നീ റെക്കോർഡ് ചെയ്ത ഓഡിയോ എന്റെ കയ്യിലേക്ക് തരണം, അല്ലെങ്കിൽ നിന്റെ അനിയത്തി ജുൻഹയിലല്ലേ വർക്ക് ചെയ്യുന്നേ, അവള് നന്നായിട്ട് വർക്ക് ചെയ്യണോ ഇല്ലയോ എന്ന് നീ തന്നെ തീരുമാനിക്കെന്ന് പറഞ്ഞ് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്. നീ എന്താ എന്നെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോ? നീ എന്റെ ലൈഫിൽ നിന്ന് വിട്ടുപോയതല്ലേ, എന്തിനു തിരികെ പിന്നെയും നാണം കെട്ട് വരുന്നതെന്ന് അലറിയതും അവൻ ടെൻഷനായി അടിക്കാനായിട്ട് കൈ ഓങ്ങുവാണ്. കറക്റ്റ് ആയിട്ടാണ് ഇവളുടെ ക്ലയന്റ് കയറി വരുന്നത്. അവരെ കണ്ടതും ഇവൻ പെട്ടെന്ന് ചിരിച്ച് ഒന്നും നടക്കാത്ത പോലെ പോകാൻ നേരം ചെങ്ഷി ടേക്ക് കെയർ, നിന്റെ അനിയത്തിയെയും നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഇങ്ങനെ വിട്ടാല് ശരിയാവില്ലെന്ന് ചെങ്ഷിക്കും തോന്നി തുടങ്ങി. അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയി പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണെന്നാ തോന്നുന്നത്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയിനെ അവളുടെ ഫ്രണ്ട് ടിങ് കോൾ ചെയ്ത്, രാത്രി മുഴുക്കരുത്, നന്നായിട്ട് ചിന്തിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സോ ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പേഴ്സൺ നീയാണ്, നീ വേണം ഈ കേസ് എടുത്ത് നടത്താനെന്നും അവള് പറയുന്നുണ്ട്. ഇതിനൊക്കെ പറഞ്ഞ് ഹീറോയിനോടി നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്ന്, ബോസ് ഞാൻ കേസ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതും ഉടനെ ഹീറോ 20 മില്യൺ ഫീസ് ആയിട്ട് വാങ്ങിക്കുമെന്ന് പറയാണ്. ബോസ് ദയവ് ചെയ്ത് ഒരു 0 മാത്രം അതിൽ നിന്ന് കുറയ്ക്ക്, എന്റെ ഫ്രണ്ടിന് എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യണമെന്നാ കരുതുന്നേ. ഇമോഷണൽ കേസിനെ ബാധിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ശരിയാണ്, പക്ഷെ ചില ടൈമില് അത് ഹെൽപ്പും ആകും. സോ ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയാണ്. ഇത് കേട്ട് ഹീറോ, നിനക്ക് പേടിയാകുന്നില്ല എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും ഇല്ല, സത്യത്തിന്റെ കൂടെ നിന്ന് അത് വിജയിക്കാൻ വേണ്ടി പോരാടുന്നു, ഞാൻ എന്തിനു പേടിക്കണമെന്ന് പറയാണ്.
ഇത് കേട്ട ഹീറോയും വളരെ ഇംപ്രസ് ആയി ഓക്കെ എന്ന് സമ്മതിക്കുന്നുണ്ട്. ഹീറോയിനും വളരെ സന്തോഷം. ആ സന്തോഷത്തിൽ പോയവള് ഫിംഗർ ഹാർട്ടൊക്കെ കാട്ടിയിട്ട് പോയതും ഹീറോയ്ക്ക് ഇത് കണ്ട് നാണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോ ഹീറോയിനും നേരെ ഫ്രണ്ടിനെ പോയി കണ്ട് എന്റെ ബോസ് നിന്റെ കേസ് എടുക്കാൻ സമ്മതിച്ചെന്ന് പറയാണ്. ടിങ് ടിങ് പുതിയൊരു വീട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ എഗ്രിമെന്റിൽ ഇവളും ചേർന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും യൂസ് ആകുമോ എന്ന് എടുത്തു കാണിച്ചാല് തീർച്ചയായിട്ടും യൂസ് ആകും. ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ പ്രോപ്പർട്ടീസിൽ നിന്നും നിനക്കുള്ള പങ്ക് വാങ്ങിയെടുക്കണമെന്ന് പറയുവാണ്. അയ്യോ, ഞാൻ ദേഷ്യത്തിലായതുകൊണ്ട് നിറയെ എവിഡൻസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ലേടി എന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് നീ ടെൻഷൻ ആകണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇപ്പോ നീ നിന്റെ കുട്ടിയുമായിട്ട് സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് അവള് പറയാണ്. കട്ട് ചെയ്താല് ഇപ്പോ നെക്സ്റ്റ് ഡേ ഓഫീസിലാണ് കാണിക്കുന്നത്. ഹീറോയുടെ അമ്മ ഹീറോയിനെ സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞ പ്ലാൻ ഡേറ്റ് കുളമായി, സോ വേറൊന്ന് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യണം. ഈ വർഷത്തിനുള്ളിൽ എന്റെ മകന്റെ കല്യാണം നടത്തണം. അടുത്ത വർഷത്തില് പേരക്കുട്ടികളെ കൊഞ്ചിക്കണമെന്ന് പറയുന്നതിന്റെ കൂടെ ഹീറോയിന്റെ എക്സ്പ്രഷനും അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. യുയു, എന്റെ മകൻ ഒരു കർക്കശക്കാരനാണ്. ഏത് പെണ്ണാണ് അതിൽ വീഴുന്നതെന്ന് ചോദിച്ചാല് അങ്ങനെയല്ല ആന്റി, ബോസ് വളരെ നല്ല പേഴ്സൺ ആണ്. കുറച്ച് കോൾഡ് ആണെങ്കിലും ഒന്ന് ഇടപഴകിയാല് സൂപ്പർ ആണെന്ന് പറയുവാണ്. എന്തിനാ മോളെ നീ ഇങ്ങനെ കൈ ചുറ്റി മൂക്ക് പിടിക്കുന്നേ? നീ അങ്ങ് സമ്മതിച്ചതാ? നിനക്ക് അവനെ ഇഷ്ടമല്ലേ എന്ന് അമ്മ ചോദിക്കും. അയ്യോ ആന്റി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാണെന്ന് ഇവളും പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ അച്ഛൻ മെസ്സേജ് അയച്ച് നിന്റെ അമ്മ നിന്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലെന്ന് പറയും. ഇത് സെൻസ് ചെയ്ത ഇവനും വേഗം എഴുന്നേറ്റ് വന്ന് നോക്കിയാല് ആ സമയത്ത് യുയു അമ്മയോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അവൾ അമ്മയോട് പറയാണ്, ഇല്ല ആന്റി, എനിക്കും ബോസിനും ഒരിക്കലും സെറ്റ് ആവില്ല. അവര് വേറെ ടൈപ്പ്, ഞാൻ വേറെ. പിന്നെ അവർക്ക് ലവ് എന്താണെന്ന് കൂടി അറിയില്ല, മനസ്സാക്ഷിയും തീരെയില്ലെന്ന് പറയാണ്. ഇങ്ങനെയുള്ളപ്പോ എനിക്കെങ്ങനെ അവരെ ഇഷ്ടാകുന്നേ? ബ്ലൈൻഡ് ഡേറ്റ് വെച്ച് അവർക്ക് കറക്റ്റ് ആയ പെൺകുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് അവള് സംസാരിക്കുവാണ്. ഇതെല്ലാം ഹീറോ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അവൻ ഒരുമാതിരിയായി. ഇത് കണ്ട അമ്മയും ഞാൻ ഇപ്പോ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, ബൈ യുയു, പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആയി. ഇപ്പോഴാണ് ഇവളും തിരിഞ്ഞു നോക്കുന്നത്. നോക്കിയാല് ബോസ് നിൽക്കുന്നു. പാവം ഹീറോ എന്താ പറയേണ്ടെന്ന് അറിയാതെ എന്തോ പ്രേതത്തെ കണ്ട പോലെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ. കട്ട് ചെയ്താല് ഇപ്പൊ ക്യാബിനില് ഹീറോയുടെ മുമ്പിൽ നിൽക്കുവാണ് ഹീറോയിൻ. നീ എന്താ പറഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇവരെവിടം വരെയാണ് കേട്ടെന്ന് അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നെന്ന് ചിന്തിച്ചിട്ട് ബോസ് തെറ്റിദ്ധരിക്കരുത്, ഇത് ജസ്റ്റ് എന്റെ തോട്ട്സ് മാത്രമാണെന്ന് പറഞ്ഞതും എന്താണ് നിന്റെ തോട്ട്സ് എന്ന് അവൻ ചോദിക്കും. ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ട് പോട്ടെ, നിങ്ങൾ അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ബോസ്? നിങ്ങൾ നെക്സ്റ്റ് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് അവള് പറഞ്ഞതും യുയു, ഞാൻ നിന്നെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു എന്നാ തോന്നുന്നേ, അതുകൊണ്ടാണോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇല്ല ബോസ്, എന്നോട് ക്ഷമിക്കണം, എല്ലാ തെറ്റും എന്റെയാണ്. ഞാൻ ബോസിന്റെ പ്രൈവറ്റ് ലൈഫിൽ കയറി വരാൻ പാടില്ലായിരുന്നു, ഞാൻ തന്നെ തീരുമാനിച്ചൊന്നും സംസാരിക്കാനും പാടില്ലായിരുന്നു എന്ന് പറയുവാണ്. അതെ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്, നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും. ഇനി മുതൽ നിന്റെ സ്ഥാനത്ത് നീ നിന്നോളണം, മര്യാദയ്ക്ക് വർക്ക് മാത്രം ചെയ്യും. എന്റെ പ്രൈവറ്റ് ലൈഫിൽ ഇന്റർഫിയർ ആകരുത്. പുറത്തു പോയെന്ന് അവൻ ഒച്ചയെടുത്തതും അവളും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ ഇരുന്ന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. കട്ട് ചെയ്താല് ഹീറോയിനും വീട്ടിലേക്ക് വന്നു. കുക്ക് ചെയ്തിട്ടേ അവൻ ഇനി മുതൽ എന്റെ ലൈഫിൽ തലയിടരുതെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചും പിന്നെ എനിക്ക് നിന്റെ കാര്യത്തിൽ കെയർ ചെയ്യണം, കാരണം നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്, പാർക്കിൽ സന്തോഷമായി ടൈം സ്പെൻഡ് ചെയ്തത്, ആ വങ്ങിന്റെ അടുത്ത് നിന്ന് ഇവളെ സേവ് ചെയ്ത് പ്രൊട്ടക്റ്റീവായിട്ട് കൂട്ടിക്കൊണ്ടു വന്നത്, ഇതെല്ലാം ഓർത്ത് നോക്കി യുയു, നീ ആവശ്യമില്ലാതെ ഇല്ലൂഷനിലാണ് ഉള്ളത്. നീ ബോസിന് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ആവശ്യമില്ലാതെ അവരെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയാണ്. നെക്സ്റ്റ് ഹീറോയ്ക്ക് വേണ്ടി ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ച് സ്റ്റിക്കി നോട്ടിൽ സോറി എന്ന് എഴുതി വെച്ച് അവന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും അവള്. ഇവിടെ ഹീറോ ഇപ്പോഴും ഓഫീസിലാണ് ഉള്ളത്. അവളെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും അവനെ കെയർ ചെയ്ത് അവള് നോക്കിയത് ഞാൻ നിങ്ങളുടെയാണ്, നിങ്ങൾ വേണം നന്നായിട്ട് നോക്കാൻ എന്നൊക്കെ പറഞ്ഞതും അവസാനം അവർക്ക് ലവ് എന്താണെന്ന് അറിയില്ല, എനിക്കും അവർക്കും ഒരിക്കലും സെറ്റ് ആകത്തില്ല, എന്റെ തോട്ട്സ് എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ജസ്റ്റ് ബ്ലൈൻഡ് ഡേറ്റിന് പോയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ചിന്തിച്ചവൻ പെട്ടെന്ന് ആർക്ക് കോൾ ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോ തിരികെ അവൻ വീട്ടിലേക്ക് വരുമ്പോ അവള് നല്ല ഉറക്കത്തിലായിരിക്കും. ടേബിളില് ഡിന്നറിന്റെ കൂടെ സോറി എന്ന് സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നതും അവൻ കാണുന്നുണ്ട്. നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ എഴുന്നേൽക്കാൻ വേണ്ടി ബാഗ് ശബ്ദത്തിൽ നിലത്തേക്ക് ഇടുവാണ്. ഈ സൗണ്ട് കേട്ട് പെട്ടെന്ന് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. ബോസ് നിങ്ങൾ വന്നോ, ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും വേണ്ടെന്ന് അവൻ പറയും. എന്നാ മിഡ് നൈറ്റ് സ്നാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞതും വേണ്ട, ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആകാൻ പോകുവാണെന്ന് അവൻ പറയും. ഇത് കേട്ടതും അവൾ അവനെ ഒരു നിമിഷം നോക്കുന്നുണ്ട്. നല്ല കാര്യം ബോസ്, ഇങ്ങനെ ഒരു റെന്റഡ് ഹൗസിൽ എന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾക്ക് സെറ്റ് ആകുന്നില്ലെന്ന് എനിക്കറിയാം, നിങ്ങളുടെ വില്ലയിലേക്ക് പോകണം, സന്തോഷം എന്ന് അവള് പറയാണ്.
ഞാൻ ഇവിടെ നിന്ന് പോകുന്ന കാര്യം പറഞ്ഞാല് നിനക്കതിൽ സന്തോഷമാണോ എന്ന് ഇവൻ ചോദിക്കും. ഇല്ല ബോസ്, ഇവിടെ ഉള്ളപ്പോ എത്ര നേരം ലേറ്റ് ആയാലും എന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും, അഡ്വൈസ് തരും. ഇപ്പൊ നിങ്ങൾ പോകുവാണെന്ന് പറഞ്ഞതും കുറച്ച് വിഷമമുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് അവനും ഞാൻ തന്ന ഡോള് എനിക്ക് തിരികെ താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ റൂമിലുണ്ട്, അത് നിങ്ങൾ തന്നെ എടുത്തോന്ന് പറഞ്ഞതും ഇവന് ദേഷ്യം വന്ന് അവൻ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലേക്ക് വന്നവൻ ജുന്നിനെ വിളിച്ച് സംസാരിക്കുവാണ്. അവനാണെങ്കിലും നല്ല ഫീവറിലാണെന്നാ തോന്നുന്നത്. ഡാ, ഞാനിപ്പോ പറയുന്നത് നീ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നീ റിഗർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ഡാ നിനക്ക് മനസാക്ഷി ഇല്ലെന്ന് അവൾ പറഞ്ഞത് എത്ര കറക്റ്റ് ആണെന്ന് പിറുപിറുത്തിട്ട് അവൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ശരി പറ, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാല് ഇവൻ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. എടാ നിന്നോടാണ് ഒന്ന് പറഞ്ഞു തൊലക്കട എന്ന് ദേഷ്യത്തിൽ കാറിയതും അടാ കേൾക്കുന്നുണ്ട് പറയാന്ന് പറഞ്ഞിട്ട് ജുൻ അത് പിന്നെ എന്ന് പറഞ്ഞ് മൂളിയവൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് പോകുവാണ്. ഇവൻ എന്താ പ്രാന്തായോ? നട്ടപ്പാതിരയ്ക്ക് പനിയായ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇവൻ ഇത് എന്തിന്റെ കേടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തില് അവനും തിരികെ പോയി കിടക്കും. ഹീറോയ്ക്ക് ഹീറോയിന്റെ ഫീലിങ്സ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനും ഒരുമാതിരി അപ്സെറ്റ് ആയി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ എതിരെ നിന്ന് ഹീറോയിനും വരുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ ക്രോസ് ആയി പോകുവാണ്. ഇവള് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹീറോ തിരിയുന്ന സമയം കറക്റ്റ് ആയിട്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി. രണ്ടുപേർക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നതേ ഇല്ല. നെക്സ്റ്റ് ഡേ ഓഫീസിലാണ് കാണിക്കുന്നത്. ഹീറോയിനും വർക്കൊക്കെ കഴിഞ്ഞ് ബോസിന്ന് ഷിഫ്റ്റ് ആയി പോകുമെന്നാ പറഞ്ഞത്. എന്തിനാ നമ്മൾ ചെന്ന് അവരെ ഫേസ് ചെയ്ത് ഒരുമാതിരി ആകുന്നേ? സോ അവര് പോയി കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് അവളും കാത്തിരിക്കുവാണ്. ഇവിടെ ഹീറോയെ കാണിച്ചാല് അവൻ ഹീറോയിന് വേണ്ടി അവള് വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.